നമുക്കേ ഇന്ന് നല്ല തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ലൊരു കപ്പ മസാല ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ അളവിലാണ് കപ്പ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഉപ്പ് കിട്ടുന്ന വേവിച്ച് നന്നായിട്ട് കുത്തിയടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കടുകിട്ട് 2 വെളുത്തുള്ളി 2 വറ്റൽമുളകും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാണ്ട്. വെളുത്തുള്ളി നല്ലവണ്ണം കനം കുറഞ്ഞ് അരിഞ്ഞതാണിട്ടത്. പിന്നെ ഞാൻ അതിലോട്ട് ചേർക്കുന്നത് ഒരു സവാള ഉണ്ട്. സവാള കൂടണ്ട, നമ്മുടെ കപ്പയ്ക്ക് ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു സവാള ഞാൻ നല്ലവണ്ണം കനം കുറഞ്ഞായിരുന്നു. കുറച്ച് കറിവേപ്പില അതേപോലെ തന്നെ 2 പച്ചമുളകും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. നമ്മുടെ പെട്ടെന്ന് ആവാനും പിന്നെ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കേട്ടോ. പിന്നെ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വാടി വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ തന്നെയാണ് ഗരം മസാലയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്താവുന്നല്ലോ, 1/2 ടീസ്പൂൺ. ഞാൻ എന്താണെങ്കിൽ അത് ഒഴിവാക്കിയിട്ടുണ്ട്. എരിവ് താല്പര്യമുള്ളവരാണ് കുരുമുളക് പൊടിയും ചേർക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊടിയൊക്കെ ആയപ്പോൾ ഞാൻ ഒരു ചെറിയൊരു തക്കാളി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പുളിയൊക്കെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടേ. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലവണ്ണം ആയപ്പോൾ ഞാൻ ഒരു 1/4 ഗ്ലാസ് അളവിൽ വെള്ളവും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നിനല്ല, നമ്മുടെ കപ്പയ്ക്ക് ഒരിത്തിരി മയം കെട്ടണമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമ്മുടെ കപ്പ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ കപ്പയിലേക്കൊട്ട് ഒന്ന് കയറട്ടെ. അപ്പോൾ ഇത്രയും വേണ്ടല്ലോ. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ മസാല ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എങ്കിലും അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോയിലോട്ട് നമുക്ക് വീണ്ടും കാണാം.